ഈ നിയമസഭയ്ക്ക് അകത്ത് എത്ര സാമാജികർ പീഡനക്കേസിൽ പ്രതിയായ ആളുകൾ ഇരിക്കുന്നുണ്ട്. ആ പീഡനക്കേസിൽ പ്രതികളായ വക്താക്കളാണ് വന്നിട്ട് ഈ ഒരാളെ ക്രൂശിക്കുന്നത്. അത് അവർ പറയുന്ന രീതിയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കെ അതിനെല്ലാം ഒരു സമയത്തിന് മുമ്പ് എല്ലാം കൂടി എടുത്തു ചാടിയിട്ടുള്ള ഒരു പെട്ടെന്നുള്ള ആ ഒരു തീരുമാനത്തോടുള്ള ആ ഒരു വിയോജിപ്പ്. രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അടക്കമുള്ള ആളുകൾ ഈ ആരോപണം നേരിട്ട ആളുകളാണ്. അവർക്ക് സംരക്ഷണം നൽകുന്നു. രാഹുലിനെ തള്ളി മുകേഷ് CPM-ന്റെ MLA കൂടിയാണ്. അദ്ദേഹം ഇതേപോലെ പീഡനക്കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വിൻസെന്റ് അല്ല, മുകേഷ് നിയമസഭയുടെ അകത്തല്ല ഇരിക്കുന്നത്. ഇത് അങ്ങനെയല്ല. നിങ്ങളിത് എങ്ങനെ അതല്ല, ഇത് ഫുട്ബോൾ മാച്ചൊന്നും അല്ലല്ലോ. രണ്ടെണ്ണം അങ്ങോട്ട് ഒരു ഗോൾ അടിക്കാൻ ഒരു ഗോൾ ഇങ്ങോട്ട് അടിക്കണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ നിയമങ്ങൾ സ്വീകരിക്കണം പോലീസ്. പക്ഷെ ഇതുവരെ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള രീതിക്കൊന്നും. പിന്നെ എന്തിനാണ് ഈ രാഹുൽ വീട്ടിനുള്ളിൽ തന്നെ തുടരുന്നത്? പാലക്കാട് വരാത്തൊന്നൊരു ചോദ്യമാണ് വരുന്നത്. രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത്, അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിഫമേഷൻ കൊടുത്തൂടെ ഈ ചാനലുകൾക്കെതിരെയും അതുപോലെ തന്നെ ഈ പറയുന്ന ആളുകൾക്കെതിരെയൊക്കെ ഡിഫമേഷൻ കൊടുത്തൂടെ? രാഹുൽ ഇതൊന്നും എന്താ ചെയ്യാത്തതെന്നാണ് ചോദിക്കുന്നത്. എല്ലാത്തിനും അതിന്റെ സമയം കൊണ്ട് ദാസാവരണ പോലെ അതല്ല കാര്യങ്ങളൊക്കെ അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ്. അതൊക്കെ അദ്ദേഹം ചെയ്തിരിക്കും. അതോടൊപ്പം ഈ KPCC പ്രസിഡന്റ് പറഞ്ഞിരുന്നത് ഈ നേതൃത്വം കൂട്ടായി എടുത്ത തീരുമാനമാണ്. ഫേസ്ബുക്കിലൂടെ ഏതൊക്കെയോ ആളുകൾ പറയുന്നു, ഉത്തരവാദിത്തപ്പെട്ട ആരും പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മൻസൂർ ഇപ്പോൾ നിയോജകമണ്ഡലം സെക്രട്ടറി കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ കൗൺസിലറാണ്. അപ്പോൾ പിന്നെ ഈ KPCC പ്രസിഡന്റ് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു പ്രതികരണം നടത്താനുള്ള കാരണം എന്താ? എന്നെ സംബന്ധിച്ചോളം ഞാൻ പാലക്കാട് നിയോജകമണ്ഡലത്തിലെ ഒരു വോട്ട് കൂടിയാണ്. പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെന്ന ആളാണ്. അപ്പോൾ പല വിഷയങ്ങളും പല തരത്തിൽ പല കോണുകളിൽ നിന്നും പല ആളുകളും നമ്മുടെ അതിൻ്റെതായ ഒരു വികാരങ്ങൾ നമ്മളോട് അറിയിക്കുന്നുണ്ട്. ഇത്ര രാഹുൽ തിരിച്ചു വരുന്നത് ഇത് തീരുമാനം അങ്ങനെയുള്ള ആ വികാരം ഏറ്റവും ഉൾക്കൊണ്ട് നടക്കുന്ന ആൾ. അപ്പോൾ ഞങ്ങൾ എന്നെ സംബന്ധിച്ചോളം എല്ലാവരും ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, നിയമ നടപടി സ്വീകരിക്കണം. അതിന് സംവിധാനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതൊക്കെ ചെയ്തോട്ടെ. പക്ഷേ അദ്ദേഹത്തെ ക്രൂശിക്കുന്നതിനോട് ജനങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ഒരു കൗൺസിലർ കൂടിയാണല്ലോ, അപ്പോൾ സാധാരണക്കാരായ ആളുകളുമായിട്ട് എല്ലാ ദിവസവും സംസാരിക്കുന്നുണ്ടാവും. ഈ വിഷയത്തിൽ എന്താണ് ആളുകൾ പറയുന്നത്? അല്ല, ജനങ്ങൾ ഇതിന് ഒരു തെളിവും ഇല്ലല്ലോ എന്നാണ് ജനങ്ങളുടെ ചോദ്യം. ജനങ്ങളെ സംബന്ധിച്ചോളം ജനങ്ങൾ ചോദിക്കുന്നത് ഇത് ഇത്രയായിട്ട് ഒരു തെളിവോ പരാതിക്കാരോ അങ്ങനെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, പിന്നെ എന്തിനാണ് ആ കുട്ടിയെ ക്രൂശിക്കുന്നത് എന്നുള്ള ആ ഒരു ചോദ്യം. അല്ല, ഓഡിയോ സന്ദേശം വന്ന് പരാതിപ്പെടാൻ അവർ ഇനിയും രംഗത്ത് വന്നിട്ടില്ലല്ലോ. ഓഡിയോ വിട്ട ആൾക്കാർ പരാതിപ്പെടാൻ വന്നിട്ടില്ലല്ലോ. ഇപ്പൊ ഈ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇത് അടഞ്ഞ അധ്യായമാണ്, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പാർലമെന്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആ ഒരു രീതി രാഹുലിനെ പൂർണ്ണമായിട്ട് തള്ളുന്നതാണ് എന്നാണ് തോന്നുന്നത്. അല്ല, അദ്ദേഹത്തിനോടുള്ള അദ്ദേഹത്തിന് ചോദിക്കുന്ന ചോദ്യമാണ്. അദ്ദേഹം നിലപാടെടുക്കേണ്ട, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, നമ്മൾ അത് പറയാനൊന്നും ആളല്ല. പക്ഷേ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് ആശങ്ക പ്രശ്നങ്ങളുണ്ട്. ആ ആശങ്ക പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണ് പറയുന്നത്.